അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരാണ്. എൻ്റെ സ്വന്തം സ്ഥലം പത്തനാപുരമാണ്, കൊല്ലം ജില്ലയിൽ. കണ്ണൂരോട്ട് വന്നപ്പോൾ എനിക്ക് കുറേ പ്രതീക്ഷകളുണ്ടായിരുന്നു. കണ്ണൂരുള്ളവർ വളരെ സ്നേഹമുള്ള മനുഷ്യരാണ്, വളരെ പരോപകാരികളെന്നൊക്കെ. പക്ഷേ ഇന്ന് ഞാൻ നമസ്കരിയായിട്ട് പള്ളിയിലിട്ട് പോയപ്പോഴല്ലോ എനിക്ക് എൻ്റെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായി. അവിടെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരുടെ കൂടാണ്. ഒരു പ്രായം വരെ അദ്ദേഹം ഇതിന് സംസാരിക്കാൻ വയ്യ. സംസാരിക്കുന്ന സത്യം പറഞ്ഞാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകത്തില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു പേപ്പറിൽ അത് എഴുതിക്കൊണ്ടിട്ടാണ് വന്നത്. ഞാനത് വായിച്ചു നോക്കി. അതിന് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം മഹലിൽ നിന്ന് ആരും സഹായം ചെയ്യുന്നില്ല, വീടില്ല, പറ്റുന്നവർ സഹായിക്കണം. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഈ പള്ളിയിലേക്ക് കയറി വരുന്നവരോടും പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നവരോടും എല്ലാം അദ്ദേഹം സലാം പറയുന്നുണ്ട്. പക്ഷെ ആരും ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. മനുഷ്യരിൽ ഏറ്റവും പിശുക്കുള്ളവരാണെന്നറിയാമോ? റസൂൽ പറഞ്ഞിരിക്കുന്നത് സലാം മടക്കാത്തവരാണെന്നാണ്. ഒരു സലാം മടക്കാൻ നമുക്ക് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വലൈക്കും അസ്സലാം എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അതിന് നിനക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ചിലവാക്കണ്ട, നീ പൈസ കൊടുത്ത് സഹായിക്കണ്ട. പക്ഷെ ആ സലാം മടക്കാത്തതുണ്ടല്ലോ, നീ ചിന്തിച്ചു നോക്കി. അവിടെ ഇരിക്കുന്നത് ഒരു സമ്പന്നായ അറബിയാണെന്നുണ്ടെങ്കിൽ നീ ഓടിപ്പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കും, അദ്ദേഹത്തിന് സലാം പറയും, അദ്ദേഹത്തിന് കുശലാന്വേഷണം നടത്തും. എന്തുകൊണ്ട് അതേ പരിഗണന തന്നെയല്ലേ അള്ളാഹ് കൊടുത്തിട്ടുള്ള ഒരു സാധു മനുഷ്യനും? നിങ്ങൾ ഈ ഒരു മനുഷ്യനെ അവഗണിച്ചുകൊണ്ട് ഏത് റബ്ബിന്റെ മുന്നിലേക്കാണ് നമസ്കരിക്കാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ ലക്ഷക്കണക്കിന് തുകകൾ മുടക്കി ഇഫ്താർ നടത്തുന്നുണ്ടായിരിക്കാം, പെരുന്നാളിന് കൂടി മുന്തിയ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ടവരാണെങ്കിൽ, ആ റസൂലിനെ നിങ്ങൾ പിന്തുടരുന്നു പറയുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പരിഗണിക്കണം.